രക്തസംക്രമണം ശരിയാക്കാൻ, അതായത് കഴുത്തിലെ ആ കൺജഷൻസ് കുറയ്ക്കാൻ ഇതിൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. എങ്കിലും എനിക്കത് പരിപൂർണമായില്ല. അപ്പൊ അതൊന്നുകൂടി ഒന്ന് വ്യക്തത എനിക്ക് വന്നില്ല. അതുകൊണ്ടാണ് അതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. അതായത് കഴുത്തിൻ്റെ ഭാഗത്ത് തടസ്സം വരുമ്പോൾ നമ്മുടെ കൈയൊക്കെ കുഴയും. നമ്മുടെ കൈ എപ്പോഴാണ് നമ്മൾ ചില ആക്ടിവിറ്റീസ് സ്പീഡിൽ ചെയ്യും. ഞാൻ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയുമ്പോൾ എങ്ങോട്ടെങ്കിലും അതിൻ്റെ ഡൈവേർഷൻ വരണ്ടേ? ബ്ലഡിൻ്റെ ഫ്ലോ എങ്ങോട്ടെങ്കിലും. ഇപ്പം വാഴക്കൊല, ഇപ്പോൾ നമ്മളൊരു വാഴ കൊലച്ചതിൻ്റെ ലാസ്റ്റ് ഏറ്റവും പോക്കയുടെ അടുത്ത് നിൽക്കുന്ന 2 പടല ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കായ്ക്കും ഒരേ വണ്ണം വരും. എന്താ കാരണം? കാരണം പമ്പ് ചെയ്യാനുള്ള എനർജി കോൺസ്റ്റൻ്റാണ്. ഈ അവസാനം നിൽക്കുന്ന 2 പടലക്ക് വേണ്ടിയിട്ടുള്ള പവർ കൂടി എല്ലായിടത്തോട്ടും പമ്പ് ചെയ്യും. അപ്പോൾ കായ്കളെല്ലാം ഒരേപോലത്തെ വലിപ്പത്തിലാവും. അല്ലേ? ശ്രദ്ധിക്കണേ. കായകളെല്ലാം കായെല്ലാം ഒരേ വലിപ്പത്തിലാവും, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിലാവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ തലയിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോഴത്തേക്കും കഴുത്തിലോട്ടുള്ള രക്തോട്ടം കുറയുന്നു. ഇത് വേറെ എങ്ങോട്ടെങ്കിലും ഡൈവേർട്ടഡ് ആവും. ഇവിടെ വീർത്തു വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോഴാണ് നമുക്ക് ചില ഹെമറേജസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അത് സൂക്ഷ്മമായിട്ട് ആന്തരികമായിട്ടുള്ള പലയിടത്തും ഹെമറേജസ് ഉണ്ടാകുകയും മനസ്സിലായി, രക്തക്കൊഴലുകൾ പൊട്ടുകയും.